പാറക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ അപ്രോച്ച് റോഡിൽ രൂപപ്പെടുന്ന കുഴികൾ അപകട ഭീഷണി ഉയർത്തുന്നു. പാലം കഴിഞ്ഞ ഉടനെ കായലം ഭാഗത്തേക്കുള്ള അപ്രോച്ച് റോഡിലാണ് ജീവന് വരെ ഭീഷണിയാവുന്ന രൂപത്തിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇരുചക്രവാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന നിരവധി പേർ ഇവിടെ വെച്ച് അപകടത്തിൽപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്യുന്നത് പതിവാണ്. കഴിഞ്ഞ ദിവസം പുലർച്ചെ അപകടത്തിൽ ഒരു യുവതിക്കും കുഞ്ഞിനും സാരമായി പരിക്കേറ്റിരുന്നു. നിരന്തരം വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിൽ കയറ്റവും വളവുമുള്ള ഭാഗത്താണ് ഇത്തരത്തിലുള്ള ഗർത്തങ്ങളുള്ളത്. കുഴിയിൽ ചാടാതിരിക്കാൻ വാഹനങ്ങൾ വെട്ടിക്കുന്നതും സുരക്ഷയ്ക്കായി എതിർദിശയിലേക്ക് പെട്ടെന്ന് മാറുന്നതും അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട്. മലപ്പുറം ജില്ലയിൽ നിന്ന് പാലം കഴിഞ്ഞ് ചെറിയ കയറ്റവും കയറി വരുന്ന വാഹനങ്ങൾ ഈ കുഴികൾ പെട്ടെന്ന് ശ്രദ്ധിച്ചെന്ന് വരില്ല. അപ്രതീക്ഷിതമായി കുഴിയിൽ ചാടേണ്ടി വരുന്ന വാഹനങ്ങളാണ് പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത്. ഈ ഒരു സ്ഥലമാണ് ഇവിടുന്ന് പാലം മുതൽ ഈ ജംഗ്ഷൻ വരെ ഉള്ളത്. എന്നും ടൂ വീലർ ആക്സിഡൻ്റ് ആവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു കുഴിക്ക് ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാച്ച് വർക്ക് ചെയ്യാണ്. അത് നല്ല രീതിയിൽ ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ ഇന്നലെ 5:30 മണിക്കാണ് ഒരു സ്ത്രീയും ഒരു കുട്ടിയും പാടെ പൊലച്ചക്ക് വീണുങ്ങാട്ട് കുട്ടിക്ക് അബോധാവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും ചെയ്തു. അതേമാതിരി തന്നെ ദിവസം ഈ ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടെത്തണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കാനുള്ളത്. മോശമാണ്, ഭയങ്കര മോശമാണ്. ഇതിലെന്താ വെച്ചാൽ ഈ റോഡ് എന്ന് പറഞ്ഞാൽ ചില്ലറ റോഡല്ല. ഇത് നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള അതുപോലെ വലിയ അത്യാവശ്യം അടിയന്തര രോഗികളെ കൊണ്ട് ആംബുലൻസ് പോകുന്ന റോഡാണ്. ആ റോഡിൻ്റെ കോലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തപ്പോൾ എൻ്റെ മുന്നിൽ ഒരു ആംബുലൻസ് വന്നു. പക്ഷെ എനിക്ക് ചെയ്തത് ഞാനും കുഴിക്ക് മുന്നേ ഞാനും മറിഞ്ഞു. ആ ആംബുലൻസ് എതിർത്ത് ആ രോഗിനെ കൊണ്ട് ആ കുഴി ചാടി ലാസ്റ്റ് ആംബുലൻസ് പോകുന്നൊരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഈ റോഡിൻ്റെ അത്രയും വളരെ മോശമായതുകൊണ്ടാണ്. വളരെ മോശമാണ്, ഭയങ്കര മോശമാണ്, ഭയങ്കര മോശമാണ്. ഇപ്പോൾ ഒരു വണ്ടിക്ക് ഇപ്പോൾ എൻ്റെ 4 ചക്ര വാഹനം പോകുമ്പോൾ ഞാൻ എന്തായാലും മറിയും. ഇതിൽ മറിഞ്ഞിട്ടില്ല ഭാഗ്യം കൊണ്ട്, എന്താണെന്നറിയില്ല. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ റോഡ്. വളരെ പ്രയാസത്തിലാണ് എല്ലാവരും. നാട്ടുകാർ മൊത്തം പ്രയാസത്തിലാണ്. ഈ റോഡ് അത്രയും നമ്മൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫറൻസ് ആംബുലൻസിലേക്ക് പോലെ എളുപ്പ വഴിയാണ് അല്ലേ, എളുപ്പ വഴിയാണ്. ആ എളുപ്പ വഴിയാണ് ഈ കോളത്തിലേക്ക് കിടക്കുന്നത്. അപ്പുറത്ത് പാലാണ്, അപ്പോൾ നല്ല റോഡാണ്. ഇത് ഇപ്പുറത്തെ മോശം. അതെന്താ തന്നെ റോഡ് ഒരേപോലെ ആവണ്ടേ? ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി എല്ലാവരും പറഞ്ഞിരിക്കുക. ഈ റോഡ് എങ്ങനെയായാലും നന്നാക്കിയേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നാട്ടുകാർക്ക് യാത്രക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ആംബുലൻസ് അതിലേറെ ബുദ്ധിമുട്ടുണ്ട്. ഒരു രോഗീൻ്റെ ജീവിതം ചിലപ്പോൾ ഈ കുഴിയുന്നതില്ലാതാവും. അതുപോലെ കുഴിയും കുഴിയ റോഡാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ശരി. മഴവെള്ളം മൂടി നിൽക്കുമ്പോഴും കുഴിയുടെ ആഴം മനസ്സിലാകാത്തത് വലിയ പ്രശ്നമായി മാറാറുണ്ട്. ഇറിഗേഷൻ വകുപ്പിനാണ് റോഡിന്റെ ചുമതലയുള്ളത്. അറ്റകുറ്റപ്പണി നടത്തി റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല. കുഴിയുടെ വ്യാപ്തം ദിവസം കഴിയുന്തോറും വർദ്ധിച്ചു വരുന്നതും യാത്രക്കാർക്കും നാട്ടുകാർക്കും വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. ഖഡോഡി ഗോൾഡൻ ഡയമണ്ട്സ്, മാവൂർ, പൂവാട്ടുപറമ്പ്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.